ഹായ് മാം, എനിക്ക് സോഷ്യലി മറ്റുള്ളവരുമായി മിണ്ടാനോ അവരുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടാനോ ഒട്ടും തന്നെ താല്പര്യം തോന്നാറില്ല, എസ്പെഷ്യലി ഇൻ പബ്ലിക്. അറിയാവുന്നവരായാൽ പോലും എനിക്കവരോട് അധികം നേരം മിണ്ടാനും സാധിക്കുന്നില്ല. ഇത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ബ്രാക്കറ്റിൽ ASPD എന്നൊക്കെ ഇട്ടിട്ടുണ്ട്, ആണോ? ഇത് എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ പറ്റുക? ഓക്കെ, നമ്മളിപ്പം ഒരാളുമായിട്ട് അതായത് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാത്തതും ഇടപഴകാത്തതും ഒന്നും നമുക്കൊരു ആന്റി സോഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ സൊസൈറ്റിയുടെ റൂൾസിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റിക്കുമ്പോൾ റൂൾസ് തെറ്റിക്കാനുള്ള ടെൻഡൻസി, അത് റാഷ് ഡ്രൈവിങ്, പിന്നെ റൂൾസ് ഒക്കെ ഇങ്ങനെ തെറ്റിക്കുക. അതായത് എന്തിനാ ഇപ്പൊ റൂൾസ്, അതിങ്ങനെ തെറ്റിക്കാനുള്ള ടെൻഡൻസിനാണ് ആന്റി സോഷ്യൽ. ഇത് നമ്മളൊരു സൊസൈറ്റിയിൽ നിന്ന് വിഡ്രോ ആവുന്നതായിരിക്കാം, അങ്ങനെയൊക്കെയാണ്. അതായത് ഒരു ആന്റി സോഷ്യൽ എന്നൊന്നും ഈ ഒരു ഇത് കേട്ടിട്ട് തോന്നില്ല. പക്ഷെ ഇവിടെ ഒരു സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അവര് പറഞ്ഞതിൽ കംപ്ലീറ്റ്ലി മെൻഷൻ ചെയ്തിട്ടില്ല സോഷ്യൽ ആങ്സൈറ്റി ആണോ എന്നുള്ളത്. അല്ലാതെ ഈ ഒരു സിംറ്റംസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാൻ പറ്റില്ല. സോഷ്യൽ ആങ്സൈറ്റി ആകാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു പബ്ലിക് ഫോബിയ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇത് കറക്റ്റ് ഒരു ആന്റി സോഷ്യൽ സാർ പറഞ്ഞ പോലെ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അവർക്കല്ല, അവരുള്ളിൽ എല്ലാ രീതിയിലുള്ള ഒരു കള്ളത്തരം സാധനങ്ങൾ, അവർ റൂൾസോ റെഗുലേഷൻസ് ഒന്നും ഒബേ ചെയ്യൂല. അവർക്ക് എന്താ പറയുക, വളരെ ഇറസ്പോൺസിബിലിറ്റി ജീവിക്കുക. പക്ഷെ അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം അവർ ഭയങ്കര കണ്ണിങ് ആവാം. ഇങ്ങനെയൊക്കെ ടൈപ്പുള്ള ആളുകളാണ് നമ്മൾ ഈ ഒരു പേഴ്സണാലിറ്റിയിൽ വരാം. പക്ഷെ അവിടെ ആളിതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് സോഷ്യൽ ആങ്സൈറ്റി ആകാനുള്ള സാധ്യതയുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഒരു സൈക്കോതെറാപ്പി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. സോഷ്യൽ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അത് പറഞ്ഞപ്പോൾ. അപ്പൊ എന്തായാലും അത് ചോദിക്കാം. സർ, സോഷ്യൽ ആങ്സൈറ്റി മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ആരോടും ഇപ്പോൾ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. പെട്ടെന്ന് ശരീരം വിയർത്തു കുളിക്കും, ശരീരം മടക്കും. എന്നിട്ട് ഇങ്ങനെ നമസ്കാരത്തിന്റെ ചിഹ്നമൊക്കെ ഇട്ടിട്ടുണ്ട് മെസ്സേജില്. അപ്പോൾ ഇത് മാറാൻ എന്താണ് മാർഗം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരോടും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, പെട്ടെന്ന് ശരീരം വിയർത്തു കുളിക്കുന്നു, ശരിക്കും മടുക്കും. ഇത് മാറാവുന്നത് കാര്യമാണ്. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് എന്താണെന്ന്, അതിന്റെ കാരണം എന്താണെന്നുള്ളത് അറിയണം. കാരണം അറിഞ്ഞാൽ അതിന് പല റൂട്ട് കോസുകളും അതിനുണ്ടാകും. ചിലപ്പോൾ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ട്രോമ പോലെ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെ, അങ്ങനെ എന്താണ് ഇതിന്റെ ബാക്കിലുള്ള ഒരു കാരണം എന്താന്നുള്ളത്, ഒരു ഫാക്ടർ, കോസിംഗ് ഫാക്ടർ എന്താന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം ആദ്യം വേണ്ടത്. ഓക്കെ, പിന്നെ അത് ഇതിൽ തന്നെ പല പല ഫാക്ടേഴ്സ് ഉണ്ടാവും. നേരത്തെ ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ പറഞ്ഞു പാരന്റിങ്ങിന്റെ ഫാക്ടേഴ്സ് ഉണ്ടാവും. അതായത് ചിലപ്പോ കുട്ടീനെ ഇങ്ങോട്ടും വിടാതെ, അല്ലെങ്കിൽ ഒരു സംസാരിക്കുന്ന നീ സംസാരിച്ചാൽ റെഡി ആവില്ല, അങ്ങനെയുള്ള കുറെ കമന്റ്സ് കാര്യങ്ങള്, അങ്ങനെ പല പല റീസൺസ് കൊണ്ടായിരിക്കാം ചിലപ്പം ആളിങ്ങനെ സംസാരിക്കാത്തത്. ഓക്കെ, ആ റീസൺസ് കണ്ടുപിടിക്കുക, അതിന്റെ കൂടെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പി കാര്യങ്ങൾ ചെയ്യാം. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ പോലുള്ള തെറാപ്പികളൊക്കെ ഉണ്ട് ചെയ്യാൻ. അതായത് അവർക്ക് ആ പബ്ലിക് ഫോബിയ പേടിയാണെങ്കിൽ അവനെ പതുക്കെ പതുക്കെ അതിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് അവന് എത്രത്തോളം ഫിയർ ഉണ്ട്, എത്രത്തോളം ആൻസൈറ്റി ഉണ്ട്, അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് റെഗുലേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ അവനക്ക് റിലാക്സേഷൻ കൊടുത്ത് പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്കൊക്കെ എത്തിക്കുന്ന ഒരുപാട് തെറാപ്പി ടെക്നിക്സ് ഒക്കെ സൈക്കോളജിക്കലി ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ വേണ്ടത് എന്താ വെച്ചാൽ, എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെന്റ് സീക്ക് ചെയ്യാണ് ആദ്യം വേണ്ടത്. അങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ പകുതി നമുക്ക് എന്താകും, ഡിസോർഡർ മാറും എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു കണ്ടീഷൻ എന്തുകൊണ്ടാണ്, അത് എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്, അതിന് വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്നൊക്കെ ഒരു പ്രോപ്പർ ഐഡിയ കിട്ടിക്കഴിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കേസാണ് ഇതൊക്കെ. സോഷ്യൽ ആൻസൈറ്റി. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.